എൻ്റെ പ്രിയമുള്ള ബന്ധുക്കൾക്കേവർക്കും വിനീതമായ നമസ്കാരം. കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് നമ്മൾ ഓരോ വീഡിയോകൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഹൈന്ദവ ധർമ്മത്തെപ്പറ്റിയും ഭാരതീയ ചിന്താ പദ്ധതികളെപ്പറ്റിയൊക്കെ വിശദമായിട്ട് നമ്മൾ അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ ബ്രീഫായിട്ട്, വളരെ ലളിതമായിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രീകൃഷ്ണ പത്നിമാരുടെ കാര്യങ്ങളും ഈ 16,108 എന്ന് പറയുന്ന കണക്കിൻ്റെ സാങ്കത്യമൊക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇന്ന് വേറൊരു കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ രാമായണ മാസം ആചരിക്കുന്നുണ്ട്, എല്ലാ വീട്ടിലും രാമായണമുണ്ട്, രാമായണം കേൾക്കുന്നുണ്ട്. പക്ഷെങ്കിൽ പലർക്കും രാമായണ കഥകൾ പൂർണ്ണമായിട്ടും അറിയത്തില്ല, രാമായണം എന്താണെന്ന് അറിയത്തില്ല, രാമൻ്റെ ബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല, സീതയെപ്പറ്റി കാര്യമായിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ അതിനകത്ത് പറയുന്നുണ്ടെങ്കിലും നമ്മളിത് കേട്ടു പോകുന്നുണ്ടെങ്കിലും നമുക്കിതൊന്നും നമ്മുടെ ഉള്ളിലോട്ട് പതിയുന്നില്ല. ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുത്തേക്കുന്ന വിഷയം സീതാ സംബന്ധമായ കാര്യങ്ങളാണ്. നമുക്കറിയാം, ജനകപുത്രിയാണ് സീത എന്ന്. അപ്പോൾ ഒരു ചോദ്യം വരുന്നുണ്ട്, ജനകനാരാ? അതൊരു രാജാവാണ്. ഏത് രാജാവ്, എങ്ങനത്തെ രാജാവ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കളിൽ പലർക്കും, രാമായണം കേൾക്കുന്നവർക്കും പലർക്കും വായിക്കുന്നവർക്ക് പോലും അതറിയത്തില്ല എന്നുള്ളതാണ്. അതായത് നിമി എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽപ്പെട്ടവരെയാണ് സൂര്യവംശ രാജാക്കന്മാരെന്ന് പറയുന്നത്. ആ പരമ്പരയിലെ 22ാമത്തെ മഹാരാജാവാണ് ജനകൻ എന്ന് പറയുന്ന ക്ഷീരധ്വജൻ. അദ്ദേഹത്തിൻ്റെ പേര് ക്ഷീരധ്വജൻ എന്നാണ്. നിമി മുതൽ ഇങ്ങോട്ടുള്ള ആ വംശത്തിൽപ്പെട്ട ആൾക്കാരെല്ലാം പൊതുവായിട്ട് പറയുന്ന ഒരു പേരാണ് ജനകൻ എന്ന് പറയുന്നത്. ക്ഷീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലപ്പ എന്നാണ് അർത്ഥം. കലപ്പ കൊടിയടയാളമായിട്ടുണ്ടായിരുന്നതാണ്. അദ്ദേഹം വലിയ കൃഷിക്കാരനായിരുന്നു, വലിയ കർഷകനായിരുന്നു. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും സ്വയമായിട്ട് കൃഷി ചെയ്യുകയും ചെയ്തിരുന്ന ആളാണ്. അതോടൊപ്പം പുരാണ ഇതിഹാസങ്ങളിലും വേദങ്ങളിലുമൊക്കെ അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്നത് കാരണം അദ്ദേഹത്തെ ബൃഹദാരണ്യോപനിഷത്തിലും മറ്റു പുരാണങ്ങളിലും മഹാഭാരതത്തിലും ഒക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ പോലും അദ്ദേഹത്തെ പറ്റി പരാമർശമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ രാജർഷി എന്നാണ് വിളിച്ചിരുന്നത്, ക്ഷീരധ്വജനെ. അദ്ദേഹത്തിൻ്റെ മകളാണ്, 2 പെൺമക്കളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് സുനയന എന്നാണ്. എന്താണ് സുനയന? പലർക്കും അറിയത്തില്ല ഈ പേരുകളൊന്നും. സുനയന എന്നാണ്. സുനയനയിലെ ക്ഷീരധ്വജൻ എന്ന് പറയുന്ന ജനക മഹാരാജാവിന് അദ്ദേഹത്തിൻ്റെ രാജ്യമെന്ന് പറയുന്നത് മിഥിലയാണ്. വിദേഹ രാജ്യത്തിലെ മിഥില എന്ന് പറയുന്ന തലസ്ഥാനത്താണ് അദ്ദേഹം തൻ്റെ രാജഭരണം നടത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സുനയനയിൽ അദ്ദേഹത്തിനുണ്ടായ 2 പുത്രിമാരിൽ മൂത്ത ആളാണ് സീത, അല്ലെങ്കിൽ മൈഥിലി, അല്ലെങ്കിൽ ജനകൻ്റെ പുത്രി ആയതുകൊണ്ട് ജാനകി എന്ന് വിളിക്കുന്ന സീത. സീതയുടെ അനിയത്തിയാണ് ഊർമിള. സീതയെ രാമൻ വിവാഹം കഴിച്ചു, ഊർമിളയെ ലക്ഷ്മണൻ വിവാഹം കഴിച്ചു. അങ്ങനെ 2 പേരെയും വിവാഹം കഴിച്ചു. പിന്നെ അടുത്ത 2 പേര്, ശത്രുഘ്നൻ്റെയും ഭരതൻ്റെയും ഭാര്യമാർ സീതയുടെ സഹോദരങ്ങളാണെന്ന് രാമായണം പറയുന്നു. അതെങ്ങനെ സഹോദരങ്ങളായി എന്നുള്ളതാണ്. ജനക മഹാരാജാവിൻ്റെ ഒരു സഹോദരനുണ്ടായിരുന്നു, കുശധ്വജൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹവും ജനകൻ തന്നെയാണ്. കുശധ്വജൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ കുശധ്വജന് ചന്ദ്രഭാഗ എന്ന് പറയുന്ന പ്രിയപത്നിയിൽ ഉണ്ടായ 2 കുമാരിമാരുണ്ട്. അവരിൽ മൂത്തവള് മാണ്ഡവി, രണ്ടാമത്തെവള് ശ്രുതികീർത്തി. മൂത്ത മാണ്ഡവിയെ വിവാഹം ചെയ്തത് ഭരതൻ, രാമൻ്റെ അനുജനായ ഭരതൻ. ശ്രുതകീർത്തിയെ വിവാഹം ചെയ്തത് ശത്രുഘ്നൻ. അപ്പോൾ അങ്ങനെ രാമൻ്റെ സഹോദരന്മാർ, രാമൻ, ലക്ഷ്മണൻ, ഭരതന്, ശത്രുഘ്നൻ, ഇവർ 4 പേരും സീതയുടെ സഹോദരിമാരെ, അതായത് യഥാർത്ഥ സഹോദരി എന്ന് പറയാൻ 2 പേരേ ഉള്ളൂ, സീതയും ഊർമിളയും. മറ്റേത് കൊച്ചച്ഛൻ്റെ മക്കളാണ്, അതായത് കുശധ്വജൻ്റെ മക്കളാണ്, അല്ലെങ്കിൽ ചന്ദ്രഭാഗയുടെ മക്കളാണ്. അവരുടെ പേര് മാണ്ഡവി എന്നും പിന്നെ ശ്രുതകീർത്തി എന്നുമാണ്. അപ്പോൾ ഇത് ഒന്ന് പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ ഷോർട്ടായിട്ടൊരു വീഡിയോ ആണ്. ഈ പേരുകളെങ്കിലും കുറഞ്ഞ പക്ഷേ ഓർത്തിരിക്കുക. ആരെങ്കിലും ചോദിക്കുക സീതയുടെ സഹോദരങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല എന്ന് പറയരുത്. സീതയുടെ അച്ഛൻ ജനകൻ്റെ യഥാർത്ഥ പേരെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല എന്ന് പറയരുത്. അദ്ദേഹത്തിൻ്റെ രാജ്യമേത്, അദ്ദേഹത്തിൻ്റെ പരമ്പര ഏത്, അദ്ദേഹത്തിൻ്റെ പൂർവികൻ ആരായിരുന്നു, അദ്ദേഹം എത്രാമത്തെ പരമ്പരയിൽപ്പെട്ട ആളാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറയണം. നമ്മൾ രാമായണത്തിൽ കേൾക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ ഒന്നും ശ്രദ്ധയിൽ അതൊന്നും നിൽക്കത്തില്ല, അതങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക.
ക്ഷീരധ്വജൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ പേര് കുശധ്വജൻ എന്നാണ്. ക്ഷീരധ്വജൻ എന്ന് പറയുന്ന ജനകരാജാവിൻ്റെ ഭാര്യയുടെ പേര് സുനയന എന്നും കുശധ്വജൻ്റെ ഭാര്യയുടെ പേര് ചന്ദ്രഭാഗ എന്നും ഇവരുടെ രണ്ടുപേരുടെയും മക്കളാണ് സീതയും ഊർമിളയും മാണ്ഡവിയും ശ്രുതികീർത്തിയും. ഇവരാണ് രാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും പത്നിമാരായിട്ട് വന്നത്. ഇത് ഓർത്തിരിക്കുകയും മറ്റുള്ളവരിലേക്ക് പകർത്തുകയും ചെയ്യണം. ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.